ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഇന്നലത്തെ ഇഫ്താറും വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോമ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കൽ. അങ്ങനെ എണീറ്റ പാടെ തന്നെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി പുതപ്പൊക്കെ മടക്കി വെക്കുകയാണ്. അങ്ങനെ റൂമൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് ചെമ്മീൻ കറിയാണ്. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള കറിയൊക്കെ അമ്മ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും. സാധാരണ ഞാൻ വൈകുന്നേരം 5 മണിക്കാണ് വീഡിയോ ഇടാറുള്ളത്. പക്ഷെ ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് രാവിലെ 11:15 ആകുമ്പോഴത്തേനും വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ വീഡിയോ പബ്ലിഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങൽ തന്നെ കുറവാണ്. പിന്നെ ബാക്കിയുള്ള സമയം അധികവും ഖുറാനോത്തും നിസ്കാരവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. സമയം പിന്നെയും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങും. നല്ലോണം കാറ്റ് വീശുന്ന കണ്ടപ്പോൾ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ്. അപ്പം നല്ല മഴക്കാറുണ്ട്. ഏകദേശം സമയം ഒരു 4 മണി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ അടുക്കളയിലേക്ക് വരല്. നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പി പറയുമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. ശരിക്കും എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാവും നൈസ് പത്തിരിൻ്റെത്. എന്നാലും ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ അളവിൽ തന്നെയാണ് നമ്മൾ പൊടിയും എടുക്കേണ്ടത്. ഇപ്പോൾ ദാ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഉമ്മ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് തിളച്ച് വരുമ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് പിന്നെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ പൊടി നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളത്തിൻ്റെയും പൊടിൻ്റെയും റേഷ്യോ കറക്റ്റായി കഴിഞ്ഞാൽ തന്നെ പത്തിരി നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ വേറൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കുക. കൈ വെച്ച് കുഴക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് ആ വെള്ളം തൊട്ട് വേണം ഇത് കുഴയ്ക്കാനായിട്ട്. കുറച്ച് അധികം നേരം വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇന്ന് സ്നാക്കിനായിട്ട് നമ്മൾ ചിക്കൻ സമൂസ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റായിട്ട് തോന്നണം, അതുവരെ കുഴച്ചെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അതിൽ എണ്ണ പുരട്ടി കൊടുക്കുകയാണ്. നല്ലെണ്ണയാണ് പുരട്ടണത്. പത്തിരിക്ക് നല്ലെണ്ണ പുരട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സമൂസയിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. നല്ല ഇടിയും മിന്നലും ഒക്കെ ഉണ്ട്. ശരിക്കും കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് മഴ ഇത്രയും സ്ട്രോങ് ആയിട്ട് പെയ്യുന്നത് കാണുന്നത്.
നമ്മൾ പത്തിരി ഇങ്ങനെ പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കാറുള്ളത്. ചിലർ ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ റോളർ വെച്ചിട്ട് പരത്താറുണ്ട്. പക്ഷെ അത് ഭയങ്കര സമയം എടുക്കുന്നതാണ്. ഇപ്പം നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പത്തിരി പ്രസ്സിൻ്റെ 2 സൈഡിലും കവർ വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും ഓയിലിൻ്റെ കവറോ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നല്ല നൈസായിട്ടുള്ള പത്തിരി കിട്ടും. റോളർ വെച്ച് പരത്തുന്ന അത്ര സമയം എടുക്കില്ല. പിന്നെ പത്തിരി പരത്തി കഴിഞ്ഞാൽ ഉമ്മ അതിൽ പൊടി തട്ടി കൊടുക്കലൊന്നുമില്ല. നേരെ അതേപോലെ എടുത്തിട്ട് ചൂടാണ് ചെയ്യൽ. പാനിലൊന്നും ഒട്ടി പിടിക്കൂല. അപ്പോൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ദാ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 വലിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇതൊക്കെയാണ് സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഉമ്മ അവിടെ ചിക്കൻ പിച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ സമൂസേൻ്റെ മസാല ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത് 3ഉം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അതിനുശേഷം അതൊന്ന് മൂത്ത് കഴിഞ്ഞാലാണ് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കൽ. ഉള്ളി വല്ലാതെ വെന്ത് പോകരുത്, ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാകത്തിലാവണം. അപ്പോഴാണ് സമൂസയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനം മല്ലിയില മുറിച്ചതും കറിവേപ്പില മുറിച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ സമൂസൻ്റെ തീന റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട്. ഉമ്മ മീൻ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ രാത്രിയിൽ കഞ്ഞിയാണ് കുടിക്കുക, അപ്പോൾ അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞു മീനൊന്നും കിട്ടാനില്ല, നമുക്ക് എവിടുന്നാ മീൻ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചു. ഇവിടെ ആൾക്കാർ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുതരും. നല്ല വിലയാണ് ഉണ്ടാവുക, പക്ഷേ എന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് കിട്ടും. അങ്ങനെ ഒരു മീൻ മാത്രമായിട്ടൊന്നല്ല ഉണ്ടാവുക, എല്ലാം കൂടെ മിക്സായിട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ചെമ്മീൻ, പിന്നെ പുയ്യാപ്പിളക്കോര എന്ന് പറയും, ആ ഒരു മീനും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസൻ്റെ തീന അത്യാവശ്യം ചൂടൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കുരു പെട്ട് കഴിഞ്ഞാൽ ചിലപ്പം കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി സമൂസൻ്റെ സൈഡ് ഒട്ടിക്കാനുള്ള മൈദ പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാവുന്നവരെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സമൂസ ലീഫാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ലോണം കവർ ചെയ്ത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. അപ്പം ചെറിയൊരു ഭാഗം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വേണ്ടത്ര ലീഫ് എടുക്കുകയാണ്.
ഇനി ഓരോരോ ലീഫ് വീതം എടുത്തിട്ട് അതിലിങ്ങനെ ഫില്ലിങ് വെച്ചിട്ട് സമൂസ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുകയാണ്. ഞാനവിടെ സമൂസ മടക്കിയെടുക്കുന്ന നേരം കൊണ്ട് ഉമ്മ അത് പൊരിക്കാനുള്ള ഓയിൽ ചൂടാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത് അധികം നാരങ്ങ വെള്ളം കുടിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് മിൻറ്റ് ലൈമാണ് ഉണ്ടാക്കണേ. അപ്പോൾ മിൻറ്റ് ലൈമിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് നാരങ്ങ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പുതിനയില, പഞ്ചസാര, ഐസ് ക്യൂബ്, വെള്ളം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ സെബിയനാണ് ഇന്നും ലൈം അടിക്കുന്നത്. സമൂസ ആയാലും കട്ട്ലറ്റ് ആയാലും നമുക്ക് ഈ ഒരു ചട്നി നിർബന്ധമാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ചട്നിയാണ്, ഹനിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ്. സമൂസ, കട്ട്ലറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മുടെ ടൊമാറ്റോ സോസിനേക്കാളും ടേസ്റ്റ് ഈ ഒരു ചട്നിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ടേബിൾ സെറ്റ് ചെയ്യാണ്. ബാങ്ക് കൊടുക്കാൻ ഏതാണ്ട് 10 മിനിറ്റും കൂടെ ഉണ്ട്. എല്ലാവരും ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോക്കിനും ബാങ്ക് കൊടുത്തു. അങ്ങനെ രണ്ടാമത്തെ നോമ്പും നല്ല പോലെ കഴിഞ്ഞു. പിന്നെ നിസ്കാരം ഖുറാനോത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്ന സമയത്തുള്ള കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. രാത്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. ഇങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ടാണ് കുടിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുടിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്